يا نفس إن لم تظفري لا تجزعي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد صدق عليهم إبليس ظنه فاتبعوه إلا فريقا من المؤمنين وما كان له عليهم من سلطان إلا لنعلم من يؤمن بالآخرة ممن هو منها في شك وربك على كل شيء حفيظ. قل ادعوا الذين زعمتم من دون الله لا يملكون مثقال ذرة في السماوات ولا في الأرض وما لهم فيهما من شرك وما له منهم من ظهير. ولا تنفع الشفاعة عنده إلا لمن أذن له حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. بارك الله لنا في القرآن الكريم وغفر الله لنا ولوالدينا والسامعين آمين. സൂറത്തു സബയിലെ 20 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത്. സബ എന്ന വലിയ ഗോത്രം വളരെ പാരമ്പര്യവും ഒരുപാട് വലിയ അനുഗ്രഹങ്ങളും അള്ളാഹു കൊടുത്ത് ഈ ദുനിയാവിൽ അള്ളാഹു ആദരിച്ച ഒരു സമൂഹമായിരുന്നു സബ എന്ന് ഇതിനോടൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണം അവരെ പിടികൂടിയതും ഒരു വലിയ അണക്കെട്ട് പൊട്ടിച്ച് റബ്ബ് അവരെ തകർത്തതും പിന്നീട് അതിനുശേഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒന്നൊന്നായി അനുഗ്രഹങ്ങൾ കൊടുത്തതുമൊക്കെ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ അവസാനം നമ്മൾ എത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബഅ ഗോത്രം നമുക്കറിയാം വളരെയേറെ പാരമ്പര്യവും ഒരുപാട് പരമ്പരകൾ നിലനിന്നിരുന്ന ഒരു ജനതയായിരുന്നു. പക്ഷെ അവരുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് അവർ കാണിച്ചത് നിമിത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വീണ്ടും പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവസാനത്തെ പരീക്ഷണം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അവസാനത്തെ 19ാമത്തെ ആയത്തിൽ വിശദീകരിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നാടുകൾ അടുത്തടുത്തായി പെട്ടെന്ന് യാത്രകളൊക്കെ എളുപ്പമാകുന്ന രീതിയിൽ എന്ത് ചെയ്തു, സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. വിദൂരതയിലേക്ക് യാത്ര പോകുമ്പോഴൊക്കെ ഒരു മടുപ്പും ഒരു തരത്തിലുള്ള മടിയുമൊക്കെ തോന്നിയിരുന്ന ആ ഘട്ടത്തിൽ നിന്ന് ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രദേശങ്ങളെ, ആൾതാമസമുള്ള നാടുകളെ, ഗ്രാമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ യാത്രകൾ എളുപ്പമാകുകയും സുദീർഘമായ യാത്രയിൽ ഇടത്താവളങ്ങൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്തു, അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിന് എതിരായി അവർ വീണ്ടും ആഗ്രഹിച്ചു തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അടുത്തടുത്ത് നാടുകൾ വേണ്ട, ഞങ്ങൾക്ക് വിദൂരതയിലും മതി. അഥവാ അള്ളാഹു എളുപ്പാക്കി കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് എളുപ്പം വേണ്ട, ഞങ്ങൾക്ക് പ്രയാസം മതി എന്ന് പറയുന്ന രൂപത്തിൽ അവരെന്ത് ചെയ്തു, വീണ്ടും നന്ദികേടുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന്. പക്ഷെ റബ്ബ് അവരെ പിച്ചി ചീന്തി എന്നാ പറഞ്ഞത്. ഫജഅൽനാഹും അഹാദീസ വമസ്സഖ്നാഹും കുല്ല മുമസ്സഖ്. 19ാമത്തെ ആയത്തിൽ നമ്മൾ ഓതിയത് അതായിരുന്നു. അവർ വെറും അള്ളാഹു എന്ത് ചെയ്തു, കാലങ്ങളിലൊക്കെ പഴക്കമുള്ള ഒരു പഴഞ്ചൻ വർത്തമാനങ്ങളാക്കി, നമ്മളൊരു കേട്ടുകഥകളാക്കി മാറ്റി അവരെ റബ്ബ് ഛിന്ന ഭിന്നമാക്കി എന്ന് പറഞ്ഞു. ഛിന്ന ഭിന്നമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വ്യത്യസ്ത നാടുകളിൽ പിന്നീട് അവരുടെ ഒരു യമന്റെ ഭാഗത്ത് മാത്രം നിലനിന്നിരുന്ന ജനതയെ പിന്നീട് എന്ത് ചെയ്തു, പല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അല്പാൽപമായി അവരെന്ത് ചെയ്തു, ചിതറിക്കടന്നു എന്നാണ്. ചിതറിക്കടന്നു. ഏതുപോലെ അതിന് ഉദാഹരണം പറഞ്ഞു, ഔസും ഖസറജും മദീനയിൽ വന്നു. സബഇന്റെ ബാക്കി പത്രങ്ങളാണ്.
അസ്ദ് ഗോത്രം, ഒമാനിലെ അസ്ദു ഉമ്മാനും സുറയിലെ അസ്ദു സുറയും ഒക്കെ എന്താണ് ഇന്നും ഓരോരോ അറിയപ്പെട്ട ഗോത്രങ്ങളാണ്. അതൊക്കെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് എന്ത് ചെയ്തു? ചിന്ന ഭിന്ന. റബ്ബ് അവരെ പിച്ചി ചീന്തിയതാണ്. അവരുടെ ഐക്യവും അവരുടെ ആ ഒരു യൂണിറ്റിയൊക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ഇനി അവര് അങ്ങനെ നന്ദികേടിൽ തുടരുമെന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഇനി അള്ളാഹുവിന്റെ അടുത്ത ആയത്തിൽ നമ്മൾ ഇന്ന് ഓതിയത്. റബ്ബ് പറയുന്നു, വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസ്. വലഖദ് സദ്ദഖ, എന്താ സദ്ദഖ എന്ന് പറഞ്ഞാൽ സദ്ദഖനെ സത്യപ്പെടുത്തി എന്നല്ലേ, ഉറപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ, അംഗീകരിച്ചു എന്നുള്ള. സിദ്ദീഖ് എന്ന് പറഞ്ഞ സത്യസന്ധൻ എന്ന് പറയും. ഇവിടെ പിശാചി ഇബ്ലീസ്, എന്താ ഇബ്ലീസ്? ഇവരെ നേതാവാണ്, ശയാത്തീകളുടെ നേതാവ്. ഇബ്ലീസ് എന്ന വാക്കിന്റെ അർത്ഥം ഫൈദാഹും ഫീഹി മുബ്ലിസൂൻ. ഖുർആനിൽ പലയിടങ്ങളിൽ അള്ളാഹ് ഉപയോഗിച്ചത് നിരാശർ എന്നാണ് ശരിക്ക് പറയാം, മുബ്ലിസു എന്നുള്ളത്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നിരാശൻ എന്നാണ്. സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ചു, പക്ഷേ അയാൾ സുജൂദ് ചെയ്തില്ല. അതിന്റെ നിരാശ ഖിയാമത്ത് നാൾ വരെ അയാൾക്കുണ്ടാവും. ഇബ്ലീസ് എന്ന പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ശൈത്താനെ പരിചയപ്പെടുത്തി. ഇവിടെ ഇബ്ലീസ് ഇബ്ലീസിന്റെ ശൈത്താൻ എന്നും ഇബ്ലീസ് എന്നും ഖുർആനിൽ എന്ത് ചെയ്തു? പലയിടങ്ങളിൽ അള്ളാഹു ഉപയോഗിച്ചത് കാണാം. ഇബ്ലീസ് സത്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് അള്ളാഹുവിൽ നിന്നൊരു തീരുമാനം എടുത്തു പോന്നതാണ്. പിശാച് എന്ന മനുഷ്യരെ മുഴുവൻ ഞാൻ വഴികാടിലാക്കും, മനുഷ്യരെ മുഴുവൻ ഞാൻ തെറ്റിച്ചു കളയും. അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും മുകളിലൂടെയും താഴ്ഭാഗത്തു കൂടെയും ഒക്കെ, വലത് ഭാഗത്തു കൂടെയും ഇടത് ഭാഗത്തു കൂടെയും ഒക്കെ ഞാൻ കടന്നു വരും. എന്നിട്ട് ഞാൻ അവരെന്ത് ചെയ്യും? ഞാൻ അവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യുന്ന. ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. ഭൂരിഭാഗം ആൾക്കാർ നന്ദില്ലാത്തവരായിട്ട് എന്ത് ചെയ്യും? നിനക്ക് കാണാം എന്ന് അള്ളാഹുവിനോട് എന്ത് ചെയ്തു? വെല്ലുവിളിച്ചിറങ്ങിപ്പോന്നതാണ്. എന്നിട്ട് അള്ളാഹുവിനോട് ഒരു ആവശ്യവും പറഞ്ഞു, അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമത്ത് നാൾ വരെ എനിക്കെന്ത് തരണം? അനുവാദം തരണം, ആയുഷ്യം തരണം എന്ന് പറഞ്ഞു. അള്ളാഹ് നീട്ടിക്കൊടുത്തൊന്നും ചെയ്തു. അള്ളാഹു പരീക്ഷിക്കുകയാണ് അല്ലെ? ഇബ്ലീസിനെ കൊണ്ട്, ശൈത്താനെ കൊണ്ട് അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ എല്ലാവരെയും പഴവിലാക്കാനുള്ള കഴിവൊന്നും, എല്ലാവരെയും പിടിച്ചു വെക്കാനുള്ള കഴിവൊന്നും പിശാചിനില്ല. പക്ഷേ പിശാചിനെ അനുസരിക്കുന്ന ആളുകൾ അയാളുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളത് എന്താണ്? പിശാചിന് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈമാനില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? പിശാചിനെ പിന്തുടരും. അറിവില്ലാത്ത ആളുകൾ പിശാചിനെ, അത് ഇബ്ലീസ് എന്ത് ചെയ്യുന്നു? ഇവിടെ സത്യപ്പെടുത്തുന്നു. വലഖദ് സദ്ദഖ അലൈഹിം, അവരുടെ മേൽ ഇബ്ലീസ് എന്ത് ചെയ്തു? സത്യപ്പെടുത്തി. അഥവാ സബഅ ഗോത്രത്തിൽ നിന്ന് ചില ആളുകൾ തന്റെ മാർഗത്തിലാണ് എന്നുള്ളത് ഇബ്ലീസിന് ഉറപ്പായി. വന്നഹു, എന്തിനെ സത്യപ്പെടുത്തി? ഇബ്ലീസിന്റെ ഊഹത്തെ, ഇബ്ലീസിന്റെ കരുതലിനെ അങ്ങനെ വിചാരിച്ചിരുന്ന കാര്യം ഉറപ്പായി. എന്താണ്? ഭൂരിഭാഗം ആൾക്കാർ എന്തായി? തന്റെ മാർഗത്തിൽ വന്നു, പലരും വഴികേടിലായി. അതിൽ ഗർവ് നടിച്ചവനാണ് ആര്? ഇബ്ലീസ്. എന്തിനപ്പൊ ഇബ്ലീസിനെ സംബന്ധിച്ച് അള്ളാഹ് ഇവിടെ പരാമർശിക്കാനുള്ള കാരണം? മക്കയിലെ മുശ്രിക്കീങ്ങളും ഇതേ അവസ്ഥയിലാണ്. നിങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കുന്നവൻ ആരാണ്? ഇബ്ലീസ് ആണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനും കൂടിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ അവിശ്വാസികൾക്ക് ഇതിങ്ങനെ ഓതി കൊടുക്കുകയാണല്ലോ. മക്കക്കാർക്ക് സുപരിചിതമാണ് സബഅ ഗോത്രം എന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചു പോയതാണ്. അങ്ങനെ ഫത്തബഊഹു, അവർ അവനെ പിൻപറ്റി. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ആ സബഅ ഗോത്രത്തിലെ അല്ലെ പലരും എന്ത് ചെയ്തു? ഇത്തബഹൂഹു, ഹു എന്നതുകൊണ്ട് ഉദ്ദേശം ഇബ്ലീസ്. ആ ഇബ്ലീസിനെ പലരും പിൻപറ്റി. ഇല്ലാ ഫരീഖൻ, കുറച്ച് വിഭാഗം ആളുകളല്ലത്. ഫരീഖ് എന്ന് പറഞ്ഞാൽ ടീം എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട്. ഫിർഖ അല്ലെ, ഫരീഖ് എന്നൊക്കെ ഉപയോഗിക്കും. അപ്പൊ ഒരു വിഭാഗം ആളുകൾ ഒഴികെ എന്ത് ചെയ്തു? ബാക്കിയുള്ളവരൊക്കെ പിശാചിനെ പിൻപറ്റി. ആരാണ് അവർ? മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട സത്യവിശ്വാസികൾപ്പെട്ട കുറച്ച് ആൾക്കാർ, വല്ലാതെ ബാക്കി എല്ലാവരും. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ സബഅ ഗോത്രത്തിലും വിശ്വാസികളായ അല്പം ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരെ പിഴപ്പിക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല? ഇബ്ലീസിന് സാധിക്കും. ഈമാനുള്ളിടത്തോളം പിശാചിനെ പിഴപ്പിക്കാനും പിശാചിനായ അവരെ കീഴ്പ്പെടുത്താനും സാധ്യമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങളെ അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? പിശാചിന്റെ മാർഗത്തെ പിന്തുടരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമിനന്നാസി, മനുഷ്യരിൽ ചില ആളുകളുണ്ട്. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, ഒരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാലല്ലേ, അള്ളാഹ് ഉണ്ടോ ഇല്ലേ, അള്ളാഹുവിന് പങ്കുകാരുണ്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ അള്ളാഹിന്റെ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്, അവരൊക്കെ ധിക്കാരികളായ പിശാചിനെ ചെയ്യുന്നവരാണ്, പിൻപറ്റുന്നവരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അല്ലെ. അതൊരു ഹതഭാഗ്യവാന്മാരെ സംബന്ധിച്ച്. എന്നാൽ മുഅ്മിനീങ്ങളാണ് ഇവിടെ ഭാഗ്യം ചെയ്തവർ. അവരെന്ത് ചെയ്തു? പിശാചിനെ പിന്തുടരാതെ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരായി തുടർന്നിരുന്നു. എന്നിട്ട് റബ്ബ് പറയുന്നു, വമാ കാന ലഹു അലൈഹിം,
അവനക്ക് അവരുടെ മേൽ ഇല്ലായിരുന്നു. ആ പിശാചിന് ഈ പറയപ്പെട്ട മുഅ്മിനീങ്ങളുടെ മേൽ എന്തുണ്ടായിരുന്നില്ല? മിൻ സുൽത്താനിൻ, ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. മുഅ്മിനീങ്ങളെ പിടിച്ചു വെക്കാൻ ആർക്ക് അധികാരമില്ല? ഇബ്ലീസിന് സാധിക്കൂല. ഇബ്ലീസിന്റെ പടയാളികൾക്കും സാധ്യമല്ല. അല്ലെ? അള്ളാഹു പറഞ്ഞല്ലോ, ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ. ഇബ്ലീസ് അവിടെ പറയാൻ, ഞാൻ എല്ലാവരും ലഉഗ്വിയന്നഹും, ഞാൻ എല്ലാവരെയും പഴപ്പിക്കും. ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ, ഇഖ്ലാസ് ഉള്ള താഴ്മയുള്ള നിഷ്കളങ്കരായ നിന്റെ ദാസരെ തൊടാൻ സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, പിശാചിനെ കൊണ്ട് കുടുങ്ങിന്ന് നിങ്ങൾ പറയരുത്. അപ്പൊ അവനെന്താവും? ഫയതആല, അവനിങ്ങനെ വലിയ ആളായി തോന്നും, അവന് ഭയങ്കര ഗർവ് തോന്നും, എന്നെ കൊണ്ട് അവൻ കുടുങ്ങിയല്ലോ. നിങ്ങളെ പിശാചിൽ നിന്ന് വല്ല പ്രേരണയും നിങ്ങൾക്ക് ഉണ്ടായാൽ എന്താ നിങ്ങൾക്ക് പിശാചിൽ നിന്ന് എന്തെങ്കിലും ദുർപ്രേരണകൾ, ദുഷിച്ച ചിന്തകൾ കടന്നു വന്നാൽ അള്ളാഹ് പറഞ്ഞു, എന്താ പറയണ്ട? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു എന്നെന്ത് ചെയ്യുക? പറഞ്ഞാൽ മതി. റസൂലുള്ള പറഞ്ഞു, ഒരാള് അള്ളാഹുവിനെ കൊണ്ട് കാവലിനെ തേടിയാൽ പിശാച് ഒരു പത പോലെ അലിഞ്ഞില്ലാതാവുന്നു. അവന്റെ ഗർവവും അവന്റെ അഹങ്കാരവും മുഴുവൻ തീരും. അപ്പൊ പിശാചിന്റെ ദുർപ്രേരണകൾ ഉണ്ടാകുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അത് നമസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? മനുഷ്യന് ചെയ്യാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അള്ളാഹുവിന്റെ പേര് കേൾക്കുന്ന ഇടങ്ങളിൽ നിന്ന് പിശാച് ഓടി രക്ഷപ്പെടുമെന്ന്, ഓടി മറയുമെന്നാൻ. റബ്ബിന്റെ ഓർമ്മകൾ മാഞ്ഞു പോയാലോ അയാൾ വീണ്ടും ചിരിച്ചു വരുമെന്നാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ വലിയ ഗൗരവത്തിൽ വിശദീകരിച്ച കാര്യങ്ങളാണ് ഇവിടെ റബ്ബ് പറയാൻ, വമാ കാന ലഹു അലൈഹിം മിൻ സുൽത്താൻ, അല്ലെ? അവൻക്ക് അവരുടെ മേൽ ഒരു സുൽത്താൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ശരിക്കും സുൽത്താൻ എന്ന് പറഞ്ഞാൽ അധികാരി എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നിയന്ത്രണം. ഇവിടെ അധികാരം, അല്ലെ? പിടിച്ചു വെക്കാനുള്ള, അടക്കി ഭരിക്കാനുള്ള ഒരു കഴിവ് അത് ആർക്കില്ല? പിശാചിനില്ല. ആരുടെ മേലില്ല? അലൈഹി എന്ന് പറഞ്ഞാൽ അല്ലെ അവരുടെ മേലുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളുടെ മേൽ ഏതായാലും ഇല്ല. അതേപോലെ തന്നെ ശബ ഗോത്രത്തിന്റെ മേലും ഉണ്ടായിരുന്നു. പക്ഷെ അവര് നന്ദികേടിൽ തുടർന്നപ്പോൾ എന്ത് ചെയ്തു? ഇയാൾക്ക് പിടിച്ചു വെക്കാൻ സാധിച്ചു എന്നാണ്. എന്നിട്ട് റബ്ബ് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കണം? ഇല്ലാ ലിനഅലമ മൻ യുമിനു ബിൽ ആഖിറ മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക്. ഇല്ലാ ലിനഅലം, നാം തിരിച്ചറിയുന്നതിന് വേണ്ടി. റബ്ബ് പരീക്ഷിക്കുകയാണ് നമ്മളെ. എന്താണ് പരീക്ഷണം? മൻ യുമിനു ബിൽ ആഖിറ, ആഖിറത്തിൽ ആരാണ് വിശ്വസിക്കുന്നത് എന്നറിയാൻ. പരലോകത്ത് വിശ്വാസമുള്ള ആൾക്കാര് എന്താണ് ആ പരലോകത്തിന്റെ വിഷയത്തിൽ സംശയമുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി തിരിച്ച് റബ്ബിനെ അറിയാൻ വേണ്ടിയാണ് റബ്ബ് എന്ത് ചെയ്തത്? ഈ ഒരു രീതിയെ അഥവാ പിശാചിനെയും പിശാചിന്റെ ദുർപ്രേരണയെയും അതിനെ പിന്തുടരാൻ പാകത്തിലുള്ള പല കാര്യങ്ങളെയും അള്ളാഹു ഇവിടെ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചത്. എന്നിട്ട് ഇതിൽ ഈമാനുള്ള മനുഷ്യന്മാരാരാണെന്ന് അറിയാൻ. എന്തിലുള്ള ഈമാൻ? പരലോകത്ത് വിശ്വസിക്കുന്ന ആളല്ല. അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ കടന്നു വരുമെന്ന് ഭയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ തൊടാൻ ആർക്ക് സാധ്യമല്ല? പിശാചിന് സാധ്യമല്ല. എന്നാൽ ഇതിൽ സംശയമുള്ള ആളുണ്ട്. പരലോകം ഉണ്ടോ ഇല്ലേ? റബ്ബ് ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? ഈ സംശയം ഏറ്റവും കൂടുതൽ ആർക്കായിരുന്നു? മക്കയിലെ മുശ്രിക്കീങ്ങൾക്കാണ്. മക്കയിലെ മുശ്രിക്ക് അള്ളാഹുൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ എന്തുണ്ടായിരുന്നില്ല? പരലോകത്ത് വിശ്വാസമില്ല. അവർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇദാ മിത്നാ വകുന്ന തുറാബൻ വഇളാമൻ ഇന്നാ ലമബ്ഊസുൻ, ഞങ്ങൾ മരിച്ച് മണ്ണായി എല്ലും തോലായി അവശേഷിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. സംശയമാണ്. ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന സന്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ആ സംശയത്തിൽ ഇല്ലാത്ത ആഖിറത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ആരാന്ന് നഅലം, നാം അറിയുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഇതുപോലത്തെ പരീക്ഷണങ്ങൾ ആർക്കുണ്ടായി? ഇവരെ അണക്കെട്ട് പൊട്ടിച്ച് റബ്ബ് തകർത്തതുപോലെ അവർക്ക് പല അനുഗ്രഹങ്ങളും കൊടുത്ത് അവർ നന്ദിയുള്ളവരാണോ അല്ലേ എന്ന് റബ്ബ് പരീക്ഷിച്ചതുപോലെ ഓരോ പരീക്ഷണങ്ങളും ഓരോ സമൂഹത്തിനും നാം കൊടുക്കുന്നത് ആഖിറത്തിലുള്ള വിശ്വാസത്തെ പരീക്ഷിച്ചറിയാൻ. എന്നിട്ട് റബ്ബ് പറയുന്നു, വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്, തീർച്ചയായും നിന്റെ റബ്ബ്. ആരാ റബ്ബുക? നിന്റെ റബ്ബ് എന്ന് ഉദ്ദേശിച്ചത് ആരാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്, അല്ലെ? നബിനോടാണ് പറയുക വറബ്ബുക, നിന്റെ റബ്ബ്. അഥവാ നബി ഓതി കൊടുക്കണിത് ആർക്ക്? മക്കക്കാരെ ഇങ്ങനെ കേൾപ്പിക്കാണ് ഈ ആയത്തുകള്. സബഅ ഗോത്രത്തിന് നന്നായിട്ടറിയാം. കച്ചവടക്കാരായിരുന്നു, യമനിൽ പോയി കച്ചവടങ്ങൾ ചെയ്തിരുന്നു എന്നും, തണുപ്പ് കാലം വരുമ്പോൾ യമനിലേക്കും ചൂടുകാലം വരുമ്പോൾ അവർ ഷാമിലേക്കും യാത്രകൾ പോയിരുന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? വിശദീകരിച്ചതായിരുന്നു. അപ്പൊ യമനുകാരെ സംബന്ധിച്ച് നന്നായിട്ട് ആർക്കറിയാം? മക്കക്കാർക്കറിയാം സബഅ ആരാന്നും സബയിലെ രാജവംശത്തിന്റെ പ്രൗഢി എന്താണെന്നും അവർക്കറിയാം. അവര് തകരാനുള്ള കാരണം നന്ദികേടായിരുന്നു. അവർ പരലോകത്ത് അവിശ്വസിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. ഇനിയും നിങ്ങൾ ഇതുപോലെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ റബ്ബ് പരീക്ഷിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എന്നിട്ട് റബ്ബ് പറയാം വറബ്ബുക, നിന്റെ റബ്ബ് അലാ കുല്ലി ഷൈഇൻ ഹഫീദ്, എല്ലാ കാര്യത്തിന്റെ മേലും
എന്താണ് സംരക്ഷിക്കുന്നവനാണ്. ഹഫീൽ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്നവനാണ്, എല്ലാ കാര്യവും റബ്ബ് അറിയുന്നവനാണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാനാ പറഞ്ഞ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞെടുത്ത ഒരു ഉപദേശം, ഇഹ്ഫളില്ലാ, നീ അള്ളാഹിനെ സൂക്ഷിക്ക്, യഹ്ഫളുക, അവൻ നിന്നെ സംരക്ഷിക്കും. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ റബ്ബ് നമുക്ക് എന്താണ്? കാവലാൻ. പക്ഷെ റബ്ബിന്റെ വാക്കുകളെ കാറ്റിൽ പറത്തിയാൽ ഒരു സംരക്ഷണം, ഒരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. പിശാചിൽ നിന്ന് സംരക്ഷണം വേണോ? അള്ളാഹുവിന്റെ ഹഫളത്ത് വേണോ? അള്ളാഹുവിന്റെ എല്ലാവിധ സുരക്ഷിതത്വവും വേണോ? അള്ളാഹുവിന്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നാണ്. പിശാചിനെ പിന്തുടരരുത്. റബ്ബ് പറഞ്ഞല്ലോ, ഫത്തഖിദൂഹു അദുവ, നിങ്ങൾ അവനെ എങ്ങനെ കാണണം? അദുവ, ശത്രുവായിട്ട് കാണണം, ഒരിക്കലും മിത്രമായിട്ട് കാണരുത്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും അയാളെ മിത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. പിശാചിനെ മിത്രമായിട്ടാണ് പലരും കൊണ്ട് കാണുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ അള്ളാഹു സംരക്ഷിക്കുന്നവനാണ്. റബ്ബിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ച ആ ആയത്ത് നിർത്തിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് റബ്ബ് എന്ത് ചെയ്യും? സംരക്ഷണം നൽകും. നമ്മളല്ലേ പഠിച്ച റബ്ബ് കാക്കട്ടെ എന്നറിയില്ലേ? അള്ളാഹ് കാക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിനെ നമ്മൾ സൂക്ഷിക്കണം, എന്നാലേ പഠിച്ച റബ്ബിന്റെ കാവലുണ്ടാവുള്ളൂ. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുക. എന്നിട്ട് റബ്ബ് മക്കക്കാരെ വെല്ലുവിളിക്കാൻ വേണ്ടി നബിനോട് പറയാൻ അടുത്ത ആയത്ത്. ഇത് മുഴുവനൊക്കെ സബൈന്റെ ചരിത്രം പറഞ്ഞെടുക്കുമ്പോൾ ആ മക്കക്കാരെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരണം. കാരണം അപ്പോഴാണ് ഇതിന്റെ ആഴവും ഇതിന്റെ പരപ്പും നമുക്ക് മനസ്സിലേക്ക് ഇറങ്ങാം. കുൽ, എന്താ കുൽ? നബിയെ പറ. കുൽ എന്നുള്ളത് ഇവിടെ കെസ്റയാണ് അല്ലെ, കുലി എന്നുള്ള കുലി എന്ന് എഴുതിയത്. അതിന് ശേഷമുള്ളത് ഒരു വസിലിന്റെ ഹംസയായത് കൊണ്ടാണ്. വസിലിന്റെ ഹംസയുടെ കടന്നു വരുമ്പോൾ ആ ഹംസക്ക് എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോ അറബി വിശുദ്ധ ഖുർആനിലെ ഓരോ ഹർക്കത്തും ഓരോ അടയാളവും ചേർത്ത് ഓതാനുള്ള പാകത്തിലാണെന്ന് നമ്മൾ ഒരിക്കൽ പറയലുണ്ട്, ഇടക്കിടക്ക് പറയലുണ്ട്. അപ്പൊ കുൽ എന്നുള്ളതിന് ഇവിടെ കുലി എന്ന് കൊടുക്കാനുള്ള കാരണം ചേർത്ത് ഓതാൻ വേണ്ടിയാണ്. കുലിദുഉല്ലാ, നിങ്ങൾ കുലിദുഉല്ലദീന, കുൽ, നിങ്ങൾ നബിയെ പറ, ഉദ്ഉ, നിങ്ങൾ വിളിക്കുക, മക്കക്കാരെ നിങ്ങൾ വിളിക്കൂ. ആരെ? അല്ലദീന സഅംതും മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വാദിച്ചു കളഞ്ഞ കുറെ ആൾക്കാരില്ലേ. അള്ളാഹ് മാത്രല്ല, ലാത്തുണ്ട്, ഉസ്സണ്ട്, മനാത്തുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, പല വിഗ്രഹങ്ങളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ? അപ്പൊ മരിച്ചു പോയ മഹാന്മാരെ അവരൊക്കെ വിളിച്ചോ, അവരോടൊക്കെ പ്രാർത്ഥിച്ചു. എന്തോ ഉദ്ഉ, നിങ്ങൾ ദുആ ചെയ്യൂ. അള്ളാഹ് ശിർക്ക് ചെയ്യാൻ വേണ്ടി പറയണം അവിടെ? അല്ല, അവരെ വെല്ലുവിളിക്കാണ്. നിങ്ങൾ അവരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക് എന്ന് റബ്ബ് എന്ത് ചെയ്യാണ്? പറയാൻ. എന്താണ്? ലാ യംലികൂൻ, അവര് അധീനപ്പെടുത്തുന്നില്ല. മലക്ക എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മുൽക്ക്, അധികാരപ്പെടുത്തുക. ഇവിടെ ലാ യംലികൂൻ, അവരെന്ത് ചെയ്യുന്നില്ല? അധീനപ്പെടുത്തുന്നില്ല. മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തിലാവട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുമണി തൂക്കം പോലും അവരുടെ ഉടമസ്ഥതയിലുള്ളതല്ല. അള്ളാഹ്ക്ക് പുറമെ ഇവര് വിളിച്ചു തേടുന്ന ലാത്തയാകട്ടെ, ഉസ്സയാകട്ടെ, മനാത്താകട്ടെ, ഇനി മരിച്ച് മൺമറഞ്ഞു പോയ ഏത് മഹത്തുക്കളാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, ഒരു പടപ്പും ആകാശ ഭൂമികളിൽ ഒന്നിനെയും എന്ത് ചെയ്യുന്നില്ല? അധീനപ്പെടുത്തുന്നില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, നമ്മൾ ഓതിയില്ല? തബാറക്കൽ, എല്ലാ ദിവസവും ഓതാൻ പറ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവൻ ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കയ്യിലാണ്. അവൻ എത്ര അനുഗ്രഹീതനാണ്. ഇവിടെ റബ്ബ് പറയാണ്, നിങ്ങൾ വിളിച്ചോ, തേടിക്കോ, പക്ഷെ അവരാരും ഒരു ദർറത്ത് പോലും എന്താ ദർറത്ത് എന്ന വാക്കിന്റെ അർത്ഥം? ദർറത്ത് നമ്മൾ മലയാളത്തിൽ അണു എന്നറിയും അല്ലെ. ചില തഫ്സീറിലൊക്കെ ദർറത്ത് എന്നുള്ള റിജിലുൻ നംല, ഒരു ഉറുമ്പിന്റെ കാലിനോളം നീർച്ചത് എന്നാണ് ദർറത്ത് എന്നുള്ളതിന് വാക്കർത്ഥം പറയാം. ചില പഴയ അറബി കവിതകളിലൊക്കെ ദർറത്ത് എന്നുള്ളത് ഉറുമ്പിന്റെ കാല് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചത് കാണാം. ഉറുമ്പിനെ തന്നെ കാണൂല, എന്നിട്ടാ ഉറുമ്പിന്റെ കാല്. അതുപോലും അല്ലെ വിശുദ്ധ ഖുർആനിൽ റബ്ബ് പറഞ്ഞു, ലാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കയുടെ പാട പോലും, കാരക്കക്കുരുവിന്റെ പാട പോലും എന്ത് ചെയ്യുന്നില്ല? ഇവർ അധീനപ്പെടുത്തുന്നവരല്ല. ഒരു ഈച്ചയുടെ ചിറക് പോലും ഇവര് അധീനപ്പെടുത്തുന്നത്, സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയുന്നതുമല്ല. എന്നിട്ട് അങ്ങനത്തെ ആൾക്കാരോടാണോ നിങ്ങൾ ദുആ ചെയ്യുന്നത്? അങ്ങനെ വിളിക്ക്, അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യൂ? വിളിക്കൂ എന്ന് റബ്ബ് പറയാൻ. വമാ ലഹും ഫീഹിമാ മിൻ ശിർക്ക്, വമാ ലഹും, അവർക്കില്ല, ഫീഹിമാ, അവ രണ്ടിലും, ഏതാ അവ രണ്ടും? ആകാശത്തും ഭൂമിയിലും എന്തെങ്കിലും മിൻ ശിർക്ക്, ഒരു തരത്തിലുള്ള പാർട്ണർഷിപ്പും ഇല്ല. ഇപ്പൊ ഇതിന് മുഴുവൻ പടച്ചപ്പോ അധികാരത്തില് ഒരു തരം അവകാശവും അല്ലാഹ് എന്ത് ചെയ്തിട്ടില്ല? ഒരു മനുഷ്യർക്കും കൊടുത്തിട്ടില്ല. ഇത് മുഴുവൻ ആരത് മാത്ര അല്ലെ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറഞ്ഞതുപോലെ ഇത് മുഴുവൻ റബ്ബിന്റെ മാത്രാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ ആരുതാണ്? അള്ളാന്റെ മാത്രാണ്. അതില് ഒരു ശരീക്കുണ്ട്. എന്താ ശരീക്ക്? ലാ ശരീക ലഹു, അല്ലെ, അവനൊരു പങ്കുകാരുമില്ല. അപ്പൊ റുബൂബിയത്തിനെയാണ് ഇവിടെ പഠിപ്പിച്ചത്. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുഴുവൻ റബ്ബ് അള്ളാഹ് മാത്രാണ്.
ഒരു കാര്യവും അല്ലാതെ വേറെ ആരും അധീനപ്പെടുത്തുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം ഒരാൾക്കും നിയന്ത്രിക്കാനും കഴിയൂല. റബ്ബിന്റെ കൂടെ നിന്ന് നിയന്ത്രിക്കുന്ന ഒരാളും ഇല്ല. അത് മരിച്ച ഒരാളും ഇല്ല എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് കറ കളഞ്ഞ തൗഹീദ്. ഇന്ന് ചില ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ട് അല്ലെ, മരിച്ചു പോയ യേശു ഇതിനെ സംരക്ഷിക്കുന്നവനാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഇതിന് മുഴുവൻ ഒരു അധികാരിയും ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളുണ്ട്. തന്നാലുണ്ടായതാണ്, സ്വയംഭൂവാൻ, അതല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷനിൽ ഒരു ബിഗ് ബാങ് തിയറിയിൽ പൊട്ടിത്തെറിച്ചുണ്ടായതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ റബ്ബ് പറയുന്നത് അല്ലാഹു മാത്രാൻ. ചില ആളുകൾ പറയുന്നു മരിച്ച് മൺമറഞ്ഞു പോയ വാത്തുക്കളാണ് ഇതിനെ നിയന്ത്രിക്കുന്നതും ഇതിനെ പരിപാലിക്കുന്നതെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ റബ്ബ് പറയുന്നു ഒരു അണു പോലും ഒരാൾതുമല്ല, ഒരു അണു പോലും ഒരാൾതുമല്ല എന്ന് മാത്രമല്ല, ഇത് പടച്ചപ്പോ ആ പടക്കാൻ റബ്ബിന് പങ്കുകാരായിട്ട് ആരും ഇല്ല. ഒരു ഷിർക്ക്. എന്താ ഷിർക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം? തൗഹീദിന്റെ ഘടകവിരുദ്ധമാണ് ഷിർക്ക്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പങ്കു ചേർക്കലാണ്. ഇവിടെ പങ്കു ചേർക്കാന്നുകൊണ്ട് ഉദ്ദേശിച്ചു വമാ ലഹും ഫീഹി മാ മിൻ ഷിർക്ക്. ആകാശങ്ങളിലും ഭൂമിയിലും അവർക്ക് ഒരു ഷിർക്ക് പോലുമില്ല. അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വിളിച്ചു തേടിയിരുന്ന ലാത്തയാകട്ടെ, ഉസ്സയാകട്ടെ, മനാത്താവട്ടെ, ഇനി മൺമറഞ്ഞു പോയ ഏതെങ്കിലും ആത്തുക്കളാകട്ടെ, കല്ലാവട്ടെ, മുള്ളാവട്ടെ, എല്ലാവട്ടെ, തോലാവട്ടെ, അല്ലെ മരക്കുറ്റിയാവട്ടെ, ലോകത്ത് എന്തെല്ലാം അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടോ അതൊന്നും എന്തില്ല, ഒരു ശരീക്കുമല്ല. ഈ ആകാശഭൂമികളുടെ അവകാശത്തിൽ അവർക്കൊന്നും ഒരു ശിർക്കും ഇല്ല, പങ്കുമില്ല. റബ്ബ് പറയുന്നു വമാലഹു മിൻഹും മിൻ ദഹീർ. വമാലഹു അവനില്ല, മിൻഹും അവരിൽ നിന്നൊരു സഹായി പോലും ഇല്ല. വഹീർ എന്നുള്ള വാക്കിന്റെ അർത്ഥം നസീർ, സഹായിക്കുന്നവൻ അല്ലെ. പടച്ച റബ്ബിനെ, ആകാശഭൂമികളെ പടച്ചപ്പോ റബ്ബിനെ സഹായിക്കാൻ നിന്നിടത്ത് ഏതെങ്കിലും സഹായികളുണ്ടാ? ഇല്ല. ഇതിന് മുഴുവൻ അള്ളാഹു മാത്രമാണ് പടച്ചത് അല്ലെ. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിന്റെയും ഖാലിഖ് അള്ളാഹു മാത്രമാണ്. ലാ ഖാലിഖ ഇല്ലല്ലാഹ്. ഇനി ഇത് റബ്ബ് സൃഷ്ടിക്കുന്ന സമയത്ത് റബ്ബിനെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി നിയന്ത്രിക്കുന്ന സമയത്ത് അള്ളാഹിനെ സഹായിക്കണം, അള്ളാഹ് കുറച്ചേറെ റെസ്റ്റ് എടുക്കട്ടെ, വേറെ ആൾക്കാർ അതിനെ നിയന്ത്രിക്കട്ടെ എന്നുള്ള നിലക്ക് സഹായികളുണ്ടോ? ഇല്ല. ചില ആൾക്കാർ പറയുന്നു ഈ ഭൂമിയെ സൃഷ്ടിച്ചതും ഈ ഭൂമിയെ പരിപാലിക്കുന്നതും ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അവനിലേക്ക് അടുത്ത ചില മഹത്തുക്കളാണെന്ന് വാദിക്കുന്ന ആളുകളെ കാണാം. അത് ശിർക്കാൻ. റബ്ബ് പറയുന്നു വമാ ലഹു മിൻഹും മിൻ ദഹീർ, അല്ലെ, വമാ ലഹു മിൻഹും മിൻ ദഹീർ. ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരാൾക്കും അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്തില്ല, ഒരു ദഹീർ ഇല്ല, ഒരു സഹായി ഇല്ല. അള്ളാഹിനെ സഹായിക്കേണ്ട ഒരു ആവശ്യമില്ല. സഹായവും ആവശ്യവും ഒക്കെ ആർക്കാൻ? മനുഷ്യർക്കാൻ. അതാണ് റബ്ബ് പറഞ്ഞു അൻതുമുൽ ഫുഖറാ നഹ്നു അഗ്നിയാ വ അൻതുമുൽ ഫുഖറാ. ഞാനാണെന്ത്? ഞാൻ ധന്യനാണ്, എനിക്കൊരാളുടെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ആവശ്യക്കാരൻ. ഫക്കീർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മുഹ്താജ്, ആവശ്യക്കാർ. നമ്മളാണ് ആവശ്യക്കാർ. അള്ളാഹു സ്വമദ്, അള്ളാഹു ആരാൻ? നിരാശ്രയനാണ്. റബ്ബിനൊരു അത്താണി വേണ്ട അല്ലേ, റബ്ബിന് ഒരു പരാശ്രയം വേണ്ട. റബ്ബ് നിരാശ്രയനാണ്. റബ്ബിനെ സഹായിക്കാൻ ഒരാളുടെ ആവശ്യമില്ല. അത് റബ്ബോട് എടുത്തു പറയാണ്. അള്ളാഹുവിന്റെ സഹായി ഇല്ല, റബ്ബിന്റെ കാര്യത്തിൽ അവര് ശരീക്കുമല്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു ഒരു ദർറത്ത് പോലും അവരെന്ത് ചെയ്യുന്നില്ല, അധീനപ്പെടുത്തുന്നുമില്ല. എത്ര തൗഹീദിന്റെ കറകളഞ്ഞ ആയത്തുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മിപ്പിച്ചത്. ഇന്ന് നമ്മൾ ലാസ്റ്റ് ഒരു ആയത്ത്, എല്ലാ ദിവസവും നമ്മൾ 3 ആയത്ത് എടുക്കല്, 4-മത്തെ എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അടയാളം കണ്ടില്ല, ഒരു ഹിസ്ബ അവിടെ തീരാണ്. ഒരു വിഷയത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇനി ഒരു പുതിയ വിഷയത്തിലേക്ക് കടക്കാം. അതുകൊണ്ടാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ല വലാ തൻഫഉ ശഫാഅ. അന്ന് ഷഫാഅത്ത് ഉപകരിക്കുകയില്ല. എന്താ ഷഫാഅത്ത്? ശുപാർശ അല്ലെ. നമ്മൾ നബിനോട് ചോദിക്കല അതാണ്. റബ്ബിനെ അല്ലെ ശുപാർശകനായി റസൂലിനെ കടന്നു വരേണ്ട ഒരു ദിവസമുണ്ട്. ഒരാൾക്കും അള്ളാഹ് അവകാശം കൊടുക്കൂല. നോക്കിയും ഇല്ലാ ലിമൻ അദിന ലഹു, അള്ളാഹു അവൻ അനുവാദം കൊടുത്ത ആൾക്കല്ലാതെ നാളെ പരലോകത്ത് ശുപാർശ പറയാൻ അവകാശമില്ല. ആരാണ് നാളെ ശുപാർശ പറയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് വേണ്ടി ശുപാർശ പറയുന്ന ഒരു നാൾ വരാനുണ്ട്. അതാണ് ഷഫാഅത്തുൽ കുബ്ര. പല രീതിയിലുള്ള ഷഫാഅത്തുകളുണ്ട്. അമലുകള്, മലക്കുകൾ ഒക്കെ ഷഫീആയിട്ട് വരുന്ന ചില നിമിഷമുണ്ട്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബ. മനുഷ്യരും മലക്കുകളും ഒക്കെ അണിയായി നിൽക്കുന്ന ദിവസം ഒരാൾക്ക് മിണ്ടാൻ പോലെ അവകാശമില്ല. ഒരാളും മുണ്ടൂല. ആരവകാശം കൊടുത്താൽ, ആരനുവാദം കൊടുക്കാതെ അള്ളാഹ് അന്ന് അനുവാദം കൊടുക്കും. അള്ളാഹ് ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഫാഅത്തുൽ കുബ്രയെ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴുമെന്നും അള്ളാഹു പറയും യാ മുഹമ്മദ് ഇർഫ റഅസക, മുഹമ്മദ് നീ നിന്റെ തല ഉയർത്ത്. എന്നിട്ട് പറയും സൽ, നീ ചോദിക്ക്, തുഅതഹു, നിനക്കത് നൽകപ്പെടും. നീ ചോദിക്ക്, നിനക്കത് നൽകപ്പെടും. മാത്രമല്ല ഇശ്ഫ,
തുഷ്ഫ, നീ ഷഫാഅത്ത് പറഞ്ഞോ, നിന്റെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും എന്നാണ്. നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കൽ അതാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫളീല വബ്അത്ഹു മഖാമൻ മഹ്മൂദൻ ലില്ലദി വഅത്ത. അല്ലാഹുവിന്റെ റസൂലിന് മാത്രം കൊടുക്കുന്ന ഒരു മഖാമും മഹ്മൂദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹബി വസല്ലം. ആ ദിവസത്തിൽ ഷഫാഅത്ത് വേറെ ആരുടെ ഷഫാഅത്ത് എന്തെയില്ല, ഉപകരിക്കൂല, അള്ളാഹു അനുവാദം കൊടുത്തവന് മാത്രമല്ലാതെ. റബ്ബ് പറയുന്നു ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അവിടെ ഹൃദയങ്ങളിൽ നിന്ന് ഭീതി അങ്ങ് തെന്നിമാറുമ്പോൾ, ഫുസ്സിഅ അൻഹും എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് എന്ത് ചെയ്യുക, നീങ്ങിപ്പോവുക. ശരിക്കും ഫസഅ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭീതി എന്നാണ്. ഇവിടെ ഫുസ്സിഅ എന്ന് പറഞ്ഞാൽ ഭീതിയുടെ അവസ്ഥ. ഫുസ്സിഅ അൻ എന്നൊരു പ്രയോഗം ഉണ്ട് അവിടെ അല്ലെ, ഫുസ്സിഅ അൻ, അത് അവരെ തൊട്ട് ഭീതി മറയുന്ന ഒരു നിമിഷം വരെ, അത് പേടിങ്ങനെ മാറും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന്. ഖാലു, അപ്പൊ അവരോട് പറയും മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താ പറഞ്ഞത്. പരലോകത്ത് എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അല്പസമയം ഭീതി അങ്ങ് മാറുമ്പോൾ അല്ലെ, അവരോട് റബ്ബ് ചോദിക്കുന്ന, അവരോട് മലക്കുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ റബ്ബ് എന്താ പറഞ്ഞിരുന്നത്. ഖാലു അൽ ഹഖ്, അന്ന് എല്ലാ സത്യനിഷേധികളും പറയും അള്ളാഹ് പറഞ്ഞത് സത്യാൻ, ഖുർആന് ഹക്കാൻ. ഇത് അള്ളാഹ് പറഞ്ഞ വാക്കല്ലേ, അള്ളാഹ് പറഞ്ഞ വർത്താനല്ലേ. ഖിയാമത്ത് നാൾ വരുമെന്നും ഈ ഉയർത്തെഴുന്നേൽപ്പ് വരുമെന്നും ഇല്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് അവിടെ എന്ത് ചെയ്യും, സമ്മതിക്കും. ഖാലു അൽ ഹഖ്, അള്ളാഹ് പറഞ്ഞത് ഹക്കാൻ, സത്യമാണ്. വഹുവൽ അലിയുൽ കബീർ, അവൻ എത്ര അത്യുന്നതനാൻ, അവൻ എത്ര വലിയവനാൻ. അല്ലെ, അൽ കബീർ എന്ന് പറഞ്ഞാൽ അവൻ വലിയവൻ, അൽ അലി എന്ന് പറഞ്ഞാൽ ഉന്നതൻ. അല എന്ന വാക്കിന്റെ അർത്ഥം മേൽനാണ്. അലി നമ്മൾ പേരിടല്ലേ, അൽ അലി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമാണ്. സാധാ ആൾക്കാർക്ക് അലി എന്ന് എന്ത് ചെയ്യാ പറയാ, നേരെ മറിച്ച് അൽ അലി അള്ളാഹു മാത്രമാണ്. അൽ കബീർ അള്ളാഹുവിന്റെ നാമമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അസ്മാഉ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അസ്മാഉകളാണ്. അപ്പൊ വഹുവൽ അലിയുൽ കബീർ, അവനാണ് ഉന്നതൻ, അവനാണ് വലിയവൻ. അങ്ങനെ ഈ മറുപടി ആര് പറയും, അവിടെ കൂടി നിൽക്കുന്ന ഷഫാഅത്തിന്റെ ആ ദിവസങ്ങളിൽ സത്യനിഷേധികൾ സമ്മതിക്കുന്ന ഒരു സത്യമായിരിക്കുമെന്നാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓതി കൊടുക്കാൻ വേണ്ടി പറയുന്നത്. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക്. തൽക്കാലം നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഖുർആനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ബുദ്ധിയും വിവേകവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠിക്കുന്ന കാര്യം ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഖുർആന്റെ അനുയായികളായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു എന്ന് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. ഖുർആനിന്റെ ആളുകൾ അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവേ, ആ പ്രത്യേകക്കാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് അർഹരായവരിൽ റബ്ബേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി തന്നെ ജീവിച്ചു മരിക്കാൻ റബ്ബേ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് തിന്മകൾ അല്ലെ, രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായതൊക്കെ കടന്നു വരുന്നവരാൻ. അള്ളാഹുവെ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ. അള്ളാഹു നീ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ. അള്ളാഹു ഞങ്ങൾക്ക് ദീനിന് കാരണക്കാരനായ ഗുരുനാഥന്മാർ ഒരുപാടുണ്ട്. ഖുർആനിന്റെ ആദ്യത്തെ ഹർഫുകൾ പറഞ്ഞു തന്ന ഒരുപാട് ഉസ്താദുമാരൊക്കെ. അള്ളാഹു അവർക്ക് ദീർഘായുഷ്യം നൽകണേ, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ, അവിടെ തിന്മകൾ വിട്ട് കുറച്ച് മാപ്പാക്കി കൊടുക്കണേ. അള്ളാഹു ഈ ദീനിന് കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ എല്ലാവിധ ഖൈറും ബർക്കത്തും ചെയ്യണേ. അവർക്ക് റഹ്മത്ത് ചെയ്യണേ, അവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ. അള്ളാഹുവെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കണേ. ഇനി മരണപ്പെട്ടവരാണെങ്കിൽ റബ്ബെ അവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ അസുഖമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അവിടെ അസുഖങ്ങളെ ശിഫയാക്കണേ. പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, പല അസുഖങ്ങളുമായി നാട്ടിൽ പോയവർ, ജോലി എടുക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിയവർ, അള്ളാഹുവെ അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ. പല ജോലികളും പ്രതീക്ഷിച്ച് ഈ നാട്ടിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും. അള്ളാഹു അവർക്ക് നല്ല എളുപ്പമുള്ള ഏറ്റവും സൗകര്യമുള്ള തൊഴിൽ റബ്ബെ നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ. അവിടെ ഉപജീവന മാർഗങ്ങൾ റബ്ബെ നീ വിശാലമാക്കണേ. അള്ളാഹു ഞങ്ങളുടെ തൊഴിലും ഞങ്ങളുടെ എല്ലാവിധ സമ്പാദ്യങ്ങളും എല്ലാ നിലക്കും ഖൈറും നന്മയുമുള്ള ഹലാലായ മാർഗത്തിൽ റബ്ബെ നീ നിലനിർത്തി തരണേ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തിൽ ഖൈറും ബർക്കത്തും നൽകണേ. ഈ ഖുർആൻ പഠനം കൊണ്ടുള്ള എല്ലാ നേട്ടവും ഈ ഇഹപര ജീവിതത്തിൽ റബ്ബെ നീ ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളുടെ ആരാധനകളെ സ്വീകരിക്കണേ, ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. جزاكم الله خيرا والسلام عليكم ورحمة الله.